ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ലൈവിൽ ഇപ്പം വമ്പനാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ബാഡ്ജ് എങ്ങനെയും കരസ്ഥമാക്കുക എന്നുള്ള ടാസ്ക് തന്നെയാണ് ഇവരെല്ലാവരും ഫൈറ്റുന്നത്. ഇതിൻ്റെ ഇടയിൽ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ബാഡ്ജ് നഷ്ടപ്പെട്ടു. അത് അക്ബർ ഖാനാണ് അത് കരസ്ഥമാക്കിയിരിക്കുന്നത്. അത് നിസ്സാര സംഭവം. എനിക്ക് തോന്നുന്നു ഷാനവാസിന് ആ ബാഡ്ജ് കൊണ്ട് നടക്കാൻ താല്പര്യമില്ലാതെ കൊടുത്തതുപോലെ തോന്നുന്നു. അത് ഷാനവാസ് ഫാബുവിനെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഫാബുവിൻ്റെ കയ്യിൽ നിന്ന് അത് നമ്മുടെ അക്ബർ ഖാൻ തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷാനവാസിൻ്റെ ആ ബാഡ്ജ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഷാനവാസ് ഈ ഇതിൽ നിന്ന് പുറത്തായിരിക്കുന്നു. പിന്നെ ബെന്നി സെബാസ്റ്റ്യനും പിന്നെ ആര്യനുമാണ്. അവർ രണ്ടുപേരും നന്നായി ഫൈറ്റുന്നുണ്ട്. ബെന്നിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ബെന്നിയുടെ പുറത്ത് എല്ലാവരും കൂടെ കയറി കിടന്ന് ഭയങ്കര പ്രശ്നമാണ്. പെൺപടകളെല്ലാം കൂടെ ബെന്നി ആക്രമിക്കുന്നത്. പ്രത്യേകിച്ച് അനു ബെന്നിയുടെ കയ്യിൽ നിന്ന് അത് ബലമായിട്ട് പിടിച്ച് മേടിക്കുന്നുണ്ട്. പിന്നെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം അത് അനുവിൻ്റെ കയ്യിൽ നിന്ന് ബെന്നി പിടിച്ച് മേടിക്കുന്നു. അപ്പം നോറയും ആദിലും കൂടെ അവിടെ എത്തുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടി തന്നെയാണ് ലൈവ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു തുടക്കം തന്നെ ഒരു അടിക്ക് വേണ്ടിയുള്ള കാഹളം മുഴക്കം തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഗെയിം ആദ്യമേ തന്നെ കൊടുക്കുന്നത്. തുടക്കത്തിൽ തന്നെ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ബോംബിട്ട് തന്നെയാണ് ബിഗ് ബോസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 7ൻ്റെ പണി തന്നെയാണ് ഈ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്കെല്ലാം കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ആര്യൻ ഈ ബാഡ്ജുമായിട്ട് ഓടുന്നുണ്ട്. ഓടി എങ്ങനെയും ഇത് കരസ്ഥമാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടണമെങ്കിൽ ഈ ബാഡ്ജ് എങ്ങനെയും കരസ്ഥമാക്കിയേ പറ്റൂ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലും ഒക്കെ പങ്കെടുക്കണമെങ്കിൽ ഈ ബാഡ്ജ് അത്യാവശ്യ ഘടകമായി മാറും എന്നെനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആര്യൻ്റെ കൂടെ എല്ലാവരും കൂടെ ഓടുന്നുണ്ട്. ആര്യൻ ആ ബാഡ്ജും പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി ഒളിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നുണ്ട്. ഏതായാലും ആര്യനും ബെന്നിയും ഒക്കെ തന്നെ ഈ ബാഡ്ജ് കാത്തു സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതൊരു വമ്പൻ അടിയിലേക്ക് തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു തർക്കത്തിലേക്ക് കടന്നതുകൊണ്ട് പക്ഷേ ഒരു വമ്പൻ അടിയിലേക്ക് നാളെയും ഒക്കെ ആയിട്ട് തീരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ തുടക്കം തന്നെ ഗംഭീരമാക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരാണല്ലോ ഈ മത്സരങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആര്യനും ബെന്നിയും എല്ലാവരും തന്നെ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മറ്റു മത്സരാർത്ഥികൾ വിട്ടുകൊടുക്കാനും തയ്യാറാകുന്നില്ല. അങ്ങനെ ഗംഭീരമായൊരു ടാസ്ക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ലൈവിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, ബൈ.